ലഭിച്ചിരിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പ് 24 ലഭിച്ചിരിക്കുന്നു. ആകെ 1709 പേജുകളുള്ള വിധിപ്പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി അല്പസമയത്തിനും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയും ചെയ്യും. ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരികയാണ്. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിപ്പകർപ്പ് അത് 24 ലഭിച്ചിരിക്കുന്നു. ആകെ 1709 പേജുകളാണ് ഈ വിധിപ്പകർപ്പിലുള്ളത്. 1 മുതൽ 6 വരെ പ്രതികൾക്ക് 20 വർഷം തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് കഠിന നടപടി വിധിച്ചുകൊണ്ടാണ് ഇന്ന് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഈ ഉത്തരവിറക്കിയതിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ പകർപ്പാണ് 24 ലഭിച്ചിരിക്കുന്നത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഈ വിധിപ്പകർപ്പിൽ ഭാഗമായിട്ടുണ്ടാകും. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ശിക്ഷാവിധി ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ഈ വിധിപ്പകർപ്പിൽ ഉണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്ത് നമുക്ക് എത്താൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1709 പേജുകളുള്ള വിധിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് ആണ് ഈ വിധി പ്രസ്താവം നടത്തുന്നതിനെ വിമർശിച്ചും അതിനനുകൂലിച്ചും ഒക്കെ പലയിടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഒക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു, പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഏറ്റവും നിർണായകമായ ആ വിധി പകർപ്പാണ് ഇപ്പോൾ 24 ലഭിച്ചിരിക്കുന്നത്. 1709 പേജുകളുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും വായിച്ചെടുക്കാൻ കഴിയുന്നു അതിൽ നിന്നും? പ്രജിൻ 1709 പേജുണ്ട്. ഒരു പക്ഷേ ഒരു ചരിത്ര വിധിപ്പകർപ്പെന്ന് വിശേഷിപ്പിക്കാം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എല്ലാ സെഷൻസ് കോടതിയെയും പരിഗണിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേജുള്ള ഒരു വിധിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് അതിന് പൂർണ്ണ രൂപം ഇങ്ങനെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ ആദ്യ രൂപമാണ്, ആദ്യ പേജുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പേജുകൾ അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. ഒരു ചരിത്ര വിധിയുടെ പകർപ്പാണ് ഇത് എന്ന് അടിവരയിട്ട് പറയാം. ഇതിൽ ഇനി പ്രോസിക്യൂഷൻ സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ, പ്രോസിക്യൂഷനെ കോടതി തള്ളാൻ ഈ കോൺസ്പിറസി A8 ആയ ദിലീപിനെ കുറ്റവിമുക്തനാക്കാനുള്ള കാര്യം, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിച്ചു വരികയാണ്. അല്പസമയത്തിനകം തന്നെ അതിന്റെ വിവരങ്ങൾ ലഭ്യമാക്കാനാകും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ വിധിപ്പകർപ്പ് പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഇനി പ്രോസിക്യൂഷനെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു പാസ്പോർട്ട് എന്നുള്ളതാണ് ഇപ്പോൾ നേരത്തെ അജയകുമാർ വ്യക്തമാക്കിയത്. ആ പശ്ചാത്തലത്തിൽ ഇതിലെന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നനുസരിച്ചായിരിക്കും മേൽക്കോടതിയെ അവർ സമീപിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ വിധിപ്പകർപ്പിന് ഇത്രയേറെ പ്രാധാന്യം ഉണ്ട് എന്ന് പറയാനുള്ള കാര്യം. ഇപ്പോൾ ആളുകൾ ഇത് പരിശോധിച്ച് ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് ഘട്ടത്തിലാണ് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയത്, ഒരുപക്ഷെ അതിനുവേണ്ടി ഒരു സെപ്പറേറ്റ് പേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. ആ വിധിപ്പകർപ്പ് 1709 പേജുണ്ട്. അത് സമഗ്രമായ ഒരു വിധിപ്പകർപ്പാണ്. 7.5 വർഷത്തെ ട്രയൽ നടന്നിട്ടുണ്ട്. ആ 7.5 വർഷത്തെ ട്രയലിന് ശേഷമാണ് ഇപ്പോൾ ഇതിന്റെ വിധി പറഞ്ഞിട്ടുള്ളത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചിരിക്കുന്നു. പൾസർ സുനി മുതൽ പ്രദീപ് വരെയുള്ള പ്രതികളെ 20 വർഷം കഠിന തടവിന് വിധിച്ച കേസാണ്. അതിൽ 8ാം പ്രതിയായിരുന്നു ദിലീപ്. പക്ഷേ ദിലീപിനെ അക്വിറ്റ് ചെയ്തിരിക്കുന്നു. ദിലീപിനെതിരെയുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏത് സാഹചര്യത്തിലാണ്, എന്താണ്, എവിടെയാണ് പ്രോസിക്യൂഷന് പിഴച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ ഒരു വ്യക്തത വരും. വിഷ്ണു, ബാക്കി ഭാഗം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിധി പകർപ്പിലാണ് എന്തുകൊണ്ട് 8ാം പ്രതിയായ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടു എന്ന കാര്യങ്ങൾ ഉണ്ടാവുക. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിധിപ്പകർപ്പിന്റെ 4ാം പേജിൽ വളരെ കൃത്യമായി തന്നെ എന്തൊക്കെ ഒഫൻസുകളാണ്, എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അണ്ടർ സെക്ഷൻ 120A, 120B, 109, 342, 366, 354, 354B, 357, 376D, 506I, 201, 204, 212 അങ്ങനെ പോകുന്നു ഈ ഒഫൻസുകളുടെ എണ്ണം. അതൊക്കെ കൃത്യമായി തന്നെ ഈ വിധി പകർപ്പിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ വിധി പറഞ്ഞുകൊണ്ട് സെന്റൻസ് ഓർഡർ തുടങ്ങുന്നത് തന്നെ A1 to A6 are sentenced to undergo a rigorous imprisonment for a term of 20 years and also to pay a fine of Rs 50,000 each for the offences punishable എന്ന് പറഞ്ഞാണ് ഈ വിധിന്യായം തുടങ്ങുന്നത്. അതിൽ കൃത്യമായി ഓരോ പ്രതികളുടെയും 1 മുതൽ 6 വരെ പ്രതികളുടെ ശിക്ഷ എന്താണ്, അവരെന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ വിശദമാക്കിക്കൊണ്ടാണ് ആ വിധിപ്പകർപ്പ് പിന്നീട് മറ്റ് പേജുകളിലൊക്കെ വ്യക്തമായി പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി അവസാന ഭാഗത്തേക്കാണ്. ഇതിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക. എന്ത് കാരണം നിരത്തിയാണ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് 8ാം പ്രതി, പ്രത്യേകിച്ചും ദിലീപ് 8ാം പ്രതി ഈ കേസിൽ നിന്നും കുറ്റവിമുക്തനാക്കപ്പെട്ടത് നടക്കമുള്ള കാര്യങ്ങൾ തുടർ പേജുകളിൽ ഉണ്ടാകും. ആ വിവരങ്ങൾ ലഭിച്ചു വരുന്നേയുള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.